മാന്യ പ്രേക്ഷകർക്ക് MSP സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നദീപ്രവാഹങ്ങളുടെയും ശുദ്ധജല സമൃദ്ധിയുടെയും പേരിൽ അഭിമാനിച്ചിരുന്ന കേരളം ഇന്ന് മാലിന്യ കിണറായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുണ്യവാഹിനികളായിരുന്ന നമ്മുടെ നദികളെല്ലാം മാലിന്യവാഹിനികളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം തമ്പാനൂരിലെ ആമയഴിഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ കരാർ തൊഴിലാളി ജോയിയുടെ മരണം കേരളത്തിൻ്റെ പരാജയപ്പെട്ട മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ദുരന്ത ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. 38,863 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം മാത്രമുള്ള കേരളം 44 പ്രധാന നദികളും 50,000-ൽ പരം കുളങ്ങളും വിസ്തൃതമായ കായലുകളും 509.5 കിലോമീറ്റർ നീളമുള്ള സമുദ്രതീരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ്. എന്നാൽ നമ്മുടെ ജലപ്രവാഹങ്ങളെല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ തള്ളിയൊഴുക്കാനുള്ള ഓടകളായി മാറിയിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രൈബ്യൂണലിൽ നൽകിയ പുതിയ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 കണക്ക് പ്രകാരം കേരളത്തിൽ ഏറ്റവും അധികം മലിനീകരണം നേരിടുന്നത് കോഴിക്കോട്ടെ കല്ലായിപ്പുഴയാണ്. 2022 മലിനീകരണം രൂക്ഷമായിരുന്ന തിരുവനന്തപുരത്തെ കരമനയാർ തൊട്ടു പിന്നിലുണ്ട്. സംസ്ഥാനത്തെ 41 നദികളിൽ 5 നദികൾ മാത്രമാണ് മാലിന്യം കുറവുള്ളതെന്ന് 3 വർഷം മുൻപ് കേന്ദ്ര ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാവുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നദി തിരുവനന്തപുരത്തെ കരമനയാറാണ്. തലസ്ഥാന നഗരത്തിലെ ഓടകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ മിക്കവാറും നദികളിലേക്കാണ് തുറന്നുവിടുന്നത്. കടകളിലും വീടുകളിലും നിന്നുള്ള കക്കൂസ് മാലിന്യമടക്കം നദികളിൽ കലരുന്നുണ്ടെന്നതും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. തലസ്ഥാനത്ത് നഗരഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം കരമനയാറിലേക്ക് എത്തുന്നത്. ആമയഴിഞ്ചൻ തോട് ഒഴുകുന്ന റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടിയത് എന്ന് വാദിച്ചുകൊണ്ട് സംഭവിച്ച ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകിയാണ് നഗരസഭാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത്. എന്നാൽ ജലസേചന വകുപ്പിൻ്റെ കീഴിൽ വരുന്ന 12 കിലോമീറ്റർ നീളമുള്ള ആമയഴിഞ്ചൻ തോടിൻ്റെ 117 മീറ്റർ മാത്രമാണ് റെയിൽവേയുടെ പരിധിയിൽ വരുന്നതെന്നാണ് യാഥാർത്ഥ്യം. അതിലൂടെ റെയിൽവേ മാലിന്യം മാത്രമല്ല ഒഴുകുന്നതെന്നും ഇക്കൂട്ടർക്കറിയാത്തതല്ല. റെയിൽവേ പഴിയാരി മലിന സംസ്കരണ പദ്ധതിയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ നഗരസഭകളുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥ മറച്ചുവെക്കാനുള്ള പാഴ്വേലയാണ് മുദ്രാവാക്യം മാത്രമാക്കി ചുരുക്കിയ സംസ്ഥാന സർക്കാർ മാലിന്യ സംസ്കരണത്തെ ഇനിയെങ്കിലും ഗൗരവത്തോടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. കേരളം നമ്പർ 1 എന്ന് നിരന്തരം അഭിമാനം കൊള്ളുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ വാർഷിക ശുചിത്വ സർവേയിൽ രാജ്യത്തെ ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യ 100-ൽ പോലും കേരളത്തിൻ്റെ ഒരു നഗരവും ഇടം നേടിയിട്ടില്ല എന്നത് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. കൂടാതെ മഴക്കാല പൂർവ്വ ശുചീകരണം വ്യാപകമായി നടപ്പിൽ വരുത്താൻ സംസ്ഥാന സർക്കാർ മുൻകൈയെടുക്കേണ്ടതുണ്ട്. നദികളും തണ്ണീർത്തടങ്ങളും മാത്രമല്ല, ഇന്ന് ഭൂഗർഭത്തിൽ വരെ മാലിന്യം വഹിക്കുന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തിക്തഫലമെന്നോണം ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയും കേരളം ഒന്നാകെ പനിക്കിടക്കയായി ലാവുകയും ചെയ്യുകയാണ്.